മെഡിസിൻ നമ്മൾ പറയുന്നത് ഈ ആർത്രൈറ്റിസ് പേഷ്യൻസിൻ്റെ ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമാണ്. അത് കൂടാതെ ബാക്കി എല്ലാവർക്കും, ഈ വാതരോഗമുള്ളവർക്ക് മാത്രമല്ല എല്ലാവർക്കും ഉപയോഗപ്രദമായിട്ടൊരു കാര്യമാണ്, എല്ലാവർക്കും ആഗ്രഹമുള്ളൊരു കാര്യമാണ്. പലപ്പോഴും നമുക്കറിയാം നമ്മുടെ ഒരു ലോങ്ങിറ്റിവിറ്റി, എത്ര നാൾ നമ്മൾ ജീവിക്കും, ഇതിപ്പോൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ചെറിയ പ്രായത്തിൽ ആളുകൾ മരിച്ചു പോവുക, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എത്ര നാളത്തേക്ക് ആളുകൾ ജീവിക്കുന്നു എന്നുള്ളത്. കഴിഞ്ഞൊരു ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞൊരു 1947 സ്വാതന്ത്ര്യം കിട്ടിയപ്പം 80 കൊല്ലം ആകാറായല്ലോ. ആദ്യഘട്ടത്തിൽ ഇന്ത്യയുടെ ഒരു ആവറേജ് ലൈഫ് സ്പാൻ 30-32 വയസ്സായിരുന്നു. അതിൽ നിന്ന് മാറി ഇപ്പോൾ നമ്മുടെ കേരളത്തിലേക്കാണെങ്കിൽ 75-ന് മുകളിലാണ് എപ്പോഴും ആവറേജ് ലൈഫ് സ്പാൻ. അതായത് ആളുകൾ ജീവിക്കുന്ന ഒരു ജീവിത ദൈർഘ്യം ഭയങ്കരമായിട്ട് 2.5 ഇരട്ടിയോളം ആയിട്ടുണ്ട്. കുറച്ച് കൺട്രീസ് ഉണ്ട്, ഫോർ എക്സാമ്പിൾ ഡെവലപ്ഡ് കൺട്രീസിലും ചില ബ്ലൂ സോൺസ് എന്ന് പറയുന്ന ഏരിയാസൊക്കെ ഉണ്ട്. അവിടെയൊക്കെല്ലാം ആളുകൾ സെൻറ്റിനറി 90-100 വയസ്സ് വരെയൊക്കെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ലൈഫ് സ്പാൻ കൂട്ടാൻ സാധിക്കുക, എങ്ങനെയാണ് നമുക്ക് സാധാരണ കൂടുതൽ നാളത്തേക്ക് ജീവിച്ചിരിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ അസുഖം വരാതെ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം? അപ്പോൾ ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്കുള്ള അസുഖങ്ങൾ കൃത്യമായി ചികിത്സിക്കുക എന്നുള്ളതാണ്. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണ്, അസുഖം കൃത്യമായിട്ട് ചികിത്സിക്കുക. എന്തൊക്കെ അസുഖങ്ങളാണ്? നിങ്ങൾക്കിപ്പം BP ഉണ്ടെങ്കിൽ BP ചികിത്സിക്കുക, ഷുഗർ ഉണ്ടെങ്കിൽ ഷുഗർ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുക, ഓട്ടോ ഇമ്മ്യൂൺ റുമറ്റോയിഡോ ലൂപ്പസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ട് മരുന്ന് കഴിച്ച് അതെല്ലാം കൺട്രോളിൽ കൊണ്ടുവരിക. അത് വൈദ്യത്തിന് ഹെൽപ്പ് മേടിക്കില്ല. എന്താണ് മെഡിസിനിൽ വൈദ്യശാസ്ത്രത്തിന് ചെയ്യാൻ സാധിക്കുന്നത് അത് ചെയ്തിട്ട് അത് റെക്കമെൻഡേഷൻസ് എന്താണോ അത് ഫോളോ ചെയ്യുക. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിന് മുമ്പ് വേറൊരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ 32 വയസ്സിൽ നിന്ന് 75-75 എങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ശാസ്ത്രശാഖയിലുള്ള വികസനം, പിന്നെ ആൾക്കാരുടെ ഒരു ജീവിതത്തിലുള്ള വ്യത്യാസവും കൊണ്ടാണ് നേരത്തെ 30 വയസ്സുള്ളത് ഇപ്പോൾ 72 വയസ്സിലായത്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് കുറഞ്ഞു. അതായത് പ്രസവത്തിന് ശേഷം ഉണ്ടാകുന്ന പെട്ടെന്ന് തന്നെ ഒരു വർഷത്തിനുള്ളിൽ കുട്ടികൾ മരിച്ചു പോകുന്ന നേരത്തെ 15% കേരളത്തിലൊക്കെ ഇപ്പോൾ 0.3% ആണ്. അതായത് നേരത്തെ 1000 പേരിൽ 150 പേര് മരിച്ചു പോകുമായിരുന്നെങ്കിൽ ഇപ്പോൾ 1000-ൽ വളരെ വളരെ കുറവാണ് ആൾക്കാർ മരിച്ചു. 0.3% താഴെ എന്ന് വെച്ചാൽ എന്ത് പറയാനാണ്, 1000-ൽ 10 താഴെയൊക്കെയാണ്, 10-15ഒക്കെയാണ് കേരളത്തിൽ ഇപ്പോഴത്തെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്. വളരെയധികം കുറഞ്ഞു. അപ്പോൾ 2 കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അതായത് പണ്ട് മലേറിയ അല്ലെങ്കിൽ പോളിയോ, സ്മോൾ പോക്സ് ഇതൊക്കെ വന്ന ആളുകൾ മരിക്കുമായിരുന്നു. അത് ബാക്ടീരിയയും വൈറസും കൊണ്ടുണ്ടായി വരുന്ന ഇൻഫെക്ഷൻസ്. ഒന്ന് ആൻറ്റിബയോട്ടിക്കുകളുടെ ആവിർഭാവം മൂലം അത് വളരെയധികം കമ്മ്യൂണിക്കബിൾ ഡിസീസ് വളരെയധികം കൊണ്ടുള്ള മരണം കുറഞ്ഞു. 2 വാക്സിൻസ് വന്നു. ഈ പോളിയോയ്ക്കും നമുക്കറിയാം പല അസുഖങ്ങൾക്കും ഇപ്പോൾ വാക്സിൻസ് വന്നു. ഈ വാക്സിൻ്റെ ആവിർഭാവം കൊണ്ട് അതും വളരെ വലിയ രീതിയിലുള്ള ഒരു കുതിച്ചുചാട്ടം നടത്തി. അപ്പോൾ ഈ 72-ൽ നിന്ന് 100-ലോട്ട് പോകുന്ന ജേർണിയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ 70 വരെ 72 വരെയൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇപ്പോൾ 75-80 വരെയൊക്കെ എല്ലാം ജീവിക്കുന്നുണ്ട്. അതിൽ നിന്ന് മുകളിലോട്ട് നമുക്ക് എങ്ങനെ പോകാം? അപ്പോൾ അതിലോട്ട് പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ 60 വയസ്സിൽ എങ്ങനെ ഒരു മരണത്തിൽ കീഴടങ്ങാതിരിക്കും നമുക്ക് ജീവിതത്തിലെ കുറച്ചുകൂടി പ്രൊലോങ് ചെയ്താലേ നമുക്ക് ക്വാളിറ്റി ഓഫ് ലൈഫ്, നമുക്ക് എങ്ങനെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം കേട്ടോ. അല്ലാതെ എങ്ങനെയെങ്കിലും ഇഴഞ്ഞെഴുതി 90 വരെ പോയിട്ട് കാര്യം നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, നമ്മുടെ ബേസിക് ഡിസീസ് BP ആണെങ്കിലും ഷുഗർ ഉണ്ടെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്യുക. അത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് അതിനുശേഷം ബാക്കിയുള്ളവർ സാധാരണ ആളുകൾ ചെയ്യാത്തതും എന്നാൽ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് നമുക്ക് വരാവുന്നത്. ഒന്ന്, നമ്മുടെ ഡയറ്റ്. നമ്മൾ കഴിക്കുന്നത് എന്താണോ അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ഔട്ട്പുട്ട്. നമുക്കറിയാം ഈ ഒരു ബ്ലൂ സോൺസിലൊക്കെ ഉള്ള ആളുകൾ പ്ലാന്റ് ബേസ്ഡ് ഡയറ്റാണ് കഴിക്കുന്നത്. കുക്കിംഗ് കുറച്ച്, അൾട്രാ പ്രോസസ്ഡ് ഫുഡ്, അതായത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഇപ്പം നമ്മുടെ ഈ ജങ്ക് ഫുഡ് എന്നൊക്കെ പറയത്തില്ല, നമ്മളെ എന്താ പറയുക, നമ്മളെ പിസാസ് അല്ലെങ്കിൽ ബ്രെഡ് അങ്ങനെയുള്ള സാധനങ്ങൾ ജങ്ക് ഫുഡാണ്. ഈ ജങ്ക് ഫുഡ് അല്ലെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് എന്നൊക്കെ പറയുന്നത് കണ്ടമാനം നമ്മളിപ്പോൾ ഫാസ്റ്റ് ഫുഡുകൾ, ഈ ഫാസ്റ്റ് ഫുഡുകൾ കഴിയുന്നതും കുറച്ച് കുക്ക് ചെയ്യുന്ന ഫുഡുകൾ കഴിക്കുക. അത് പ്ലാന്റ് ബേസ്ഡ്, നേച്ചറിനോട് എത്ര അടുത്ത് നിന്ന് എത്ര കുറച്ച് പാചകം ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ആ രീതിയിലുള്ള ഫുഡുകൾ കഴിക്കുക. കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക. നമ്മുടെ മലയാളികളുടെ ഒരു പ്രശ്നം, കാർബോഹൈഡ്രേറ്റ് നമ്മൾ ഭയങ്കരമായിട്ട് കഴിക്കും. നമ്മുടെ ഒരു ഫുഡിൻ്റെ ഹാബിറ്റ് നോക്കുക, ഒരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ അന്നജമാണ് അതിനകത്ത് കൂടുതൽ. നമ്മൾ ചോറാണെങ്കിലും ദോശയാണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും ഇതെല്ലാം അന്നജമാണെന്നുള്ളത് കൂടുതൽ. നമ്മളത് കുറച്ച് വെജിറ്റബിൾസ് കൂട്ടുക, അല്ലെങ്കിൽ പ്രോട്ടീൻ കൂട്ടുക, അല്ലെങ്കിൽ ഇലക്കറികൾ, അതെല്ലാം വളരെ നല്ല രീതിയിലുള്ള പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഡയറ്റാണ്. അതുപോലെ നോൺ വെജിറ്റേറിയൻ കഴിക്കേണ്ടതല്ല, നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നതിന് എമൗണ്ട് കുറയ്ക്കുക, കഴിക്കുന്നത് കുറച്ച് കഴിക്കാം. പക്ഷേ പ്രോസസ്ഡ് അല്ലാത്ത ഫുഡുകൾ കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ആ പ്രോസസ്ഡ് ഫുഡിലൂടെ കാർബോഹൈഡ്രേറ്റ് 25-30% മാത്രം കാർബോഹൈഡ്രേറ്റ് വയ്ക്കുക. ബാക്കി ഫ്രൂട്ട്സ് കുറച്ച് കഴിക്കുക, കുറച്ച് പ്രോട്ടീൻ കഴിക്കുക, അങ്ങനെ സമീകൃതമായിട്ടുള്ള ആഹാരം കഴിക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും പിന്നെ അതിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് നമ്മൾ ഉറക്കം. 6 to 7 hours, 8 മണിക്കൂറാണ് ഏറ്റവും നല്ലത്. 7 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങുകയാണെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിൽ ഭയങ്കരമായിട്ട് റീസെറ്റ് ചെയ്യും. ഇത് പഠനങ്ങളിൽ കാണിച്ചിട്ടുള്ള കാര്യമാണ്. ഒരു 7 to 8 hours ഉറങ്ങുന്ന ആളുകൾ അവരുടെ ലോങ്ങിറ്റിവിറ്റി കൂടുന്നു, അവരുടെ പ്രൊഡക്ടിവിറ്റി കൂടുന്നു, അവരുടെ ഹെൽത്തിൽ പല അസുഖങ്ങളും കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുന്നു. അപ്പം ഈ സ്ക്രോളിംഗ് ഒക്കെ കുറച്ചിട്ട് 10 മണിയാകുമ്പോൾ കിടക്കാൻ നോക്കുക. 10 മുതൽ 6 വരെ ഉറങ്ങാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ല ഒരു ആ ശീലം നമ്മൾ ഇൻകൾക്കേറ്റ് ചെയ്യാൻ നോക്കുക. അതോടൊപ്പം തന്നെ ചെയ്യുന്നൊരു കാര്യം, എഴുന്നേറ്റ് കഴിഞ്ഞാൽ അല്ല എപ്പോഴാണെങ്കിലും എനി ടൈം ഓഫ് ദ ഡേ
എക്സസൈസ് ചെയ്യുക. അപ്പോൾ പല പഠനങ്ങളുണ്ട്. അത് എക്സസൈസ് 2 തരത്തിലുള്ള എക്സസൈസ് ഉണ്ട്. ഒന്ന് റെസിസ്റ്റൻസ് ട്രെയിനിങ്, നമ്മുടെ മസിൽ മാസൊക്കെ ബിൽഡ് ചെയ്യുന്ന റെസിസ്റ്റൻസ് ട്രെയിനിങ്, അതായത് പുഷപ്സ് എന്ന് പറയും, ചെറിയ വെയിറ്റ്സ് എടുക്കുക, ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യുക. അത് ചെയ്യുന്നത് നല്ലതാണ്. അത് മസിൽ മാസ് ബിൽഡ് ചെയ്യാനും അവർക്ക് നമ്മുടെ ലോങ്ങിറ്റിവിറ്റി, നമ്മൾ പ്രായമാകുമ്പോൾ 40 കഴിഞ്ഞൊരു പതുക്കെ മസിൽ മാസ് കുറഞ്ഞു വരും. അപ്പോൾ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി മസിൽ മാസ് ബിൽഡ് ചെയ്യാനുള്ള ഒരു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാളത്തേക്ക് കൂടി നല്ലൊരു ആക്റ്റീവായിട്ട് നടക്കാനും കാര്യങ്ങൾ ചെയ്യാനും സാധിക്കും. അതിന് റെസിസ്റ്റൻസ് ട്രെയിനിങ് ആണ്. അതോടൊപ്പം തന്നെ കുറേ പഠനങ്ങൾ വന്നിട്ടുണ്ട്. പെർ ഡേ ഒരു 5000-7000 സ്റ്റെപ്പെങ്കിലും കവർ ചെയ്യാൻ നോക്കുക. അതായത് നമ്മളിപ്പോൾ എല്ലാവർക്കും ഈ പോഡോമീറ്ററൊക്കെ ഉണ്ട് അല്ലേ, ഈ പോഡോമീറ്ററൊക്കെ വെച്ച് നടന്നു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അപ്പം നമുക്ക് സ്റ്റെപ്സൊക്കെ ഈസി ആയിട്ട് കൗണ്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു 7000 സ്റ്റെപ്പൊക്കെ ദിവസം നടക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പല അസുഖങ്ങളും ഇല്ലാതാകുന്നു, അല്ല അസുഖത്തിൻ്റെ ഒരു പ്രിവലൻസ് ഒക്കെ വളരെ കുറയുന്നു എന്ന് പല പഠനങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും തരത്തിൽ എക്സസൈസ് ചെയ്യുക, കീപ് മൂവിങ്. നമ്മളിങ്ങനെ ഇരിക്കാതിരിക്കാൻ നോക്കുക. ഞാനൊക്കെയാണെങ്കിൽ പലപ്പോഴും ഇരിക്കുകയാണ്. അപ്പോൾ രാവിലെ ഒരു 45 മിനിറ്റ്സ് ഞാൻ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പിന്നെയുള്ള 2 കാര്യങ്ങൾ കുറച്ചുകൂടി നിങ്ങൾക്ക് തോന്നുന്ന ഒരു എന്താ പറയുന്നത്, കുറച്ചുകൂടി ഹോളിസ്റ്റിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇത് വളരെ പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇതൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ, ഒരു ആയിരക്കണക്കിന് ആളുകളിൽ വർഷങ്ങളോളം സ്റ്റഡി ചെയ്തിട്ട് കണ്ടുപിടിച്ച കാര്യമാണ്. ഒന്ന്, നമുക്കൊരു പർപ്പസ് ഓഫ് ലൈഫ് ഉണ്ടാകുക. നമ്മൾ എന്തിനു വേണ്ടി ചെയ്യുന്നു, എന്താണ് നമ്മുടെ ഇന്നത്തെ പർപ്പസ്, നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു ലക്ഷ്യം എപ്പോഴും വേണം. അത് ഞാൻ എപ്പോഴും പറയും, നമ്മളൊരു ഇന്ന കാര്യം ചെയ്തു തീർക്കണം, ഇത് കാര്യം ചെയ്യണം, ഇത് ചെയ്യണം, എനിക്കിത് ചെയ്യണം. നമുക്കൊരു പർപ്പസ് വേണം. ചില ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, പെട്ടെന്ന് റിട്ടയർ ഒക്കെ ചെയ്ത് വീട്ടിൽ ചുമ്മാ ഇരിക്കുവാണ്. അവർ ആദ്യം കുറച്ച് ദിവസത്തേക്ക് സന്തോഷമായിരിക്കും, കുറച്ച് പേപ്പറൊക്കെ വായിച്ചിരിക്കാം, ഒന്നും ചെയ്യാതിരിക്കാം. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർക്ക് പർപ്പസ് ഇല്ല. മക്കളൊക്കെ പുറത്തു പോയി, ഞാനെന്താ ചെയ്യുക? അപ്പോൾ ചെറിയ സോഷ്യൽ ആക്ടിവിറ്റി ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ അമ്പലത്തിലോ പള്ളിയിലോ അല്ലെങ്കിൽ ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ ഒരു ചെറിയ ഗ്യാതറിംഗ് ആയിരിക്കാം, ചെറിയ സാമൂഹിക വർക്ക്. ഫോർ എക്സാമ്പിൾ ഞാൻ ടീച്ചേഴ്സ് റിട്ടയർ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയും അവരോട്, നിങ്ങൾക്ക് 60 വയസ്സായി കുഴപ്പമില്ല, 1-2 വർഷം നിങ്ങൾ റെസ്റ്റ് എടുത്തു, അല്ലെങ്കിൽ കൊച്ചുമക്കളെയൊക്കെ നോക്കി അത് കഴിഞ്ഞ് കുറച്ച് ഒരു 10 പിള്ളേരെ കാശിന് വേണ്ടിയിട്ട് വേണ്ട, ചുമ്മാ 4 ലക്ഷം പറഞ്ഞു കൊടുക്കുക, വൈകിട്ട് ചെറിയൊരു നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു പർപ്പസ് ഓഫ് ലൈഫായി, അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ നമ്മളൊക്കെ പലപ്പോഴും നമ്മളൊക്കെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരാളുടെ വേദന കുറയ്ക്കാൻ സാധിക്കും, നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഒരു പർപ്പസ് ഓഫ് ലൈഫ് നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഒരു നല്ല റിലേഷൻഷിപ്സ് വേണം, സോഷ്യൽ റിലേഷൻഷിപ്സ്. ഇത് US-ലൊക്കെ കുറേ ആളുകളെ ഫോളോ അപ്പ് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായ കാര്യമാണ്. ഓരോരുത്തർ 30-40 വർഷം ഫോളോ അപ്പ് ചെയ്തവർക്ക് മനസ്സിലായി, നമുക്ക് നല്ല ഫ്രണ്ട്സ്, ചെറുപ്പകാലം മുതൽ നല്ല ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള പാർട്ട്ണർ, ഒരു ഹസ്ബൻഡും വൈഫും, നല്ല രീതിയിലുള്ള ഹസ്ബൻഡും വൈഫും, തുറന്ന് സംസാരിക്കാൻ ഒരാൾ. പലപ്പോഴും ഫ്രണ്ട്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഹസ്ബൻഡും വൈഫും നമ്മുടെ ഫാമിലി റിലേഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ നല്ല ഒരു സോഷ്യൽ സർക്കിൾ, നല്ല രീതിയിലുള്ള ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ ചുമ്മാ അടിച്ചു പൊളിക്കുന്ന ഫ്രണ്ട്സ് അല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് നന്നായിട്ട് സംസാരിക്കാനും, ഒരു പ്രശ്നമുണ്ടെങ്കിൽ സംസാരിക്കാനും, അത് സോൾവ് ചെയ്യാനും, നമ്മളെ ഹെൽപ്പ് ചെയ്യാനുമുള്ള ഒരു സുഹൃത്ത് വലയം. ഈ 2 കാര്യങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് തോന്നുന്നു ഇതൊക്കെ വളരെ ആർട്ടിഫിഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പറയുന്നത്, ഒരിക്കലുമല്ല. ഇതെല്ലാം സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് നല്ല റിലേഷൻഷിപ്സ് ഉണ്ട്, വീട്ടിൽ നല്ല നല്ലൊരു എൻവയോൺമെൻ്റ് ഉണ്ട്, അത് കൂടാതെ നല്ല ഫ്രണ്ട് സർക്കിളും ഉണ്ടെങ്കിൽ അവർ കൂടുതൽ നാൾ ജീവിക്കുന്നു എന്നുള്ളത് പല സ്റ്റഡീസിലും പ്രൂവൺ ആണ്. അതോടൊപ്പം തന്നെ നമുക്ക് മലയാളികൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമ്മുടെ ബാക്കി ഹാബിറ്റ്സ്, സ്മോക്കിങ്ങും അതുപോലെ തന്നെ നമ്മുടെ മദ്യപാനവും ഒഴിവാക്കണം, കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. പണ്ടൊക്കെ മദ്യം ചെറിയ രീതിയിൽ കഴിച്ചാൽ കൊള്ളാമെന്നൊക്കെ കുറേ തിയറി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സ്റ്റഡീസ് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, മദ്യം ഏതൊരു അളവിലാണ് ടോക്സിക് തന്നെയാണ്. നമ്മൾ എത്ര നാൾ ജീവിക്കണം എന്നുള്ളത് കുറച്ചൊക്കെ നമ്മുടെ ജെനറ്റിക്സിലുണ്ടെങ്കിലും കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഉള്ളതിനേക്കാളും നമുക്ക് ലൈഫ് സ്പാൻ കൂടാനും സാധിക്കും. പക്ഷേ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട, ലൈഫ് സ്പാൻ മാത്രം കൂട്ടിയാൽ പോരാ, നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് അതുകൂടി കൂടണം. ആ സമയത്ത് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുന്ന രീതി തന്നെ, നമുക്ക് എപ്പോഴും കിടപ്പിലായിട്ട് കുറേ നാൾ പോയിട്ട് കാര്യമില്ല. നമ്മൾ ജീവിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ ജീവിക്കണം. പക്ഷേ ഇതിൽ കുറേ കാര്യം നേരത്തെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ ജെനറ്റിക്സ് ആണ്. ഓരോരുത്തർക്കും ഒരു ഫാമിലിപരമായിട്ട് ഓരോ അസുഖങ്ങൾ ചിലപ്പോൾ കിട്ടാം, അങ്ങനെയുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ വരാം. പക്ഷേ സയൻസ് ഇപ്പോഴും അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡെഫിനറ്റ്ലി നമ്മുടെ നാട്ടിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ഈ നമ്മുടെ നാട്ടിൽ സൊസൈറ്റിയിലെല്ലാം കുറേ ആളുകളെങ്കിലും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി 80+ അടുത്തൊരു 5-10-15 വർഷത്തിന് ശേഷം കൂടുതൽ ആളുകൾ 80 വയസ്സിന് മുകളിലോട്ട് പോകാനും അങ്ങനെ ചെയ്യാനും സാധ്യത ഉണ്ട്. അത് സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്.